ചെമ്മീൻ എന്ന തകഴിയുടെ നോവലിൻ്റെ 13ാമത്തെ അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 4-ാം ദിവസം പെണ്ണിനെയും ചെറുക്കനെയും വിരുന്നിന് കൊണ്ടുപോകണം എന്നാണ് അവിടുത്തെ ഒരു ചടങ്ങ്. പക്ഷേ ചക്കി കല്യാണ ദിവസം തന്നെ കിടപ്പിലായി, പിന്നെ എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിരുന്നിന് കൊണ്ടുപോകലൊന്നും ഉണ്ടായില്ല. അയൽക്കാരിയായിട്ടുള്ള നല്ല പെണ്ണ് കൂടെ വരും, ശുശ്രൂഷിക്കും. പഞ്ചമിയാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നല്ല പെണ്ണും ചെമ്പൻ കുഞ്ഞിനോട് ചക്കി ഒരു വൈദ്യരെ കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അയാൾ അതിനൊന്നും തന്നെ ഒരു മറുപടിയും പറയുന്നില്ല. കല്യാണം കഴിഞ്ഞുള്ള ജോലി തിരക്കാണ് അയാൾക്ക്. അപ്പോൾ ചക്കി കിടക്കുന്ന മുറിയുടെ വാതിൽക്കൽ ഇടയ്ക്ക് അയാളൊന്ന് വന്ന് നോക്കും. അപ്പം അങ്ങനെ ഒരു ദിവസം വന്ന് നോക്കിയപ്പോഴാണ് ചക്കി അയാളോട് തൃക്കുന്നപ്പുഴയ്ക്ക് പോയിട്ട് കറുത്തമ്മയെയും പളനിയെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞത്. അത് കേട്ടോടുകൂടി അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ പോകത്തില്ല, അവൾ എൻ്റെ വീട്ടിലേക്ക് വരും വേണ്ട എന്നാണ് അയാൾ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ചക്കിക്കും ദേഷ്യം വന്നു. അപ്പം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ചക്കി മോഹാലസ്യപ്പെട്ട് വീഴുകയായിരുന്നു. അപ്പോൾ ചെമ്പൻ കുഞ്ഞ് അന്നൊരു വൈദ്യനെ കൊണ്ടുവന്ന് ചക്കിയെ കാണിക്കുകയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോയ പെണ്ണിനെ വിരുന്നിന് വിളിച്ചു കൊണ്ടുവന്നില്ല, എന്താണ് കൊണ്ടുവരാത്തതെന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരോടെല്ലാം ചെമ്പൻ കുഞ്ഞ് കയർത്തിട്ടാണ് സംസാരിച്ചത്. എന്നാലും ചെമ്പൻ കുഞ്ഞ് വീട് വിട്ട് ദൂരെ പോകാറില്ല. വള്ളങ്ങൾ രണ്ടും കടലിൽ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ പോരും മോശമാണ്. വള്ളത്തിലെ ജോലിക്കാരുമായിട്ടും അയാൾ ഇടയ്ക്ക് അങ്ങനെ വഴക്ക് കൂടും. അങ്ങനെ തൃക്കുന്നപ്പുഴ കടപ്പുറത്തും കറുത്തമ്മയെ വിരുന്നിന് വിളിക്കാത്തൊരു വലിയ ചർച്ചയാണ്. അപ്പോൾ അവൾ നല്ല പെണ്ണല്ല എന്നല്ലേ കേൾവി, വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാവും, അതുകൊണ്ടാവും ആരും വിളിക്കാൻ വരാത്തതെന്ന് വരെ ആ കടപ്പുറത്ത് ചർച്ചയുണ്ട്. അപ്പോൾ കറുത്തമ്മയ്ക്കും ഓരോ നിമിഷവും അങ്ങനെ തന്നെ ആരെങ്കിലും വിളിക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അച്ഛൻ തന്നെ ഉപേക്ഷിക്കില്ല എന്നാണ് അവളിങ്ങനെ വിചാരിച്ചത്. പക്ഷേ അയാൾ വന്നതേ ഇല്ല. ഇനി ഭർത്താവിനോടാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാനും അവൾക്ക് പേടിയുണ്ടായിരുന്നു. എന്നാലും ഒരു ദിവസം ഊണ് കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ നല്ല സമയമാണെന്ന് തോന്നിയിട്ട് അയാളോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ അമ്മ ഇപ്പം ഉണ്ടോ ആവോ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ അയാളൊന്നും തന്നെ മിണ്ടിയില്ല. പക്ഷേ അവൾ അയാളുടെ മുഖത്ത് ഇങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനയാൾ മുഖത്തടിച്ച പോലുള്ള മറുപടിയാണ് പറഞ്ഞത്, അതിനിപ്പം പണിയേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര കർശനമായിട്ട് അയാൾ സംസാരിക്കുന്നത് കറുത്തമ്മയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കറുത്തമ്മ എന്നാലും ഒരു മന്ദഹാസത്തിൽ ഒരു കല്ലുകടി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മന്ദഹാസത്തോടു കൂടി വീണ്ടും അയാളോട് ചോദിച്ചു, അങ്ങനെ അങ്ങ് പറഞ്ഞാലോ? അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾ ഗൗരവത്തോട് ചോദിച്ചു, എന്താണ്? അപ്പോൾ നമുക്കും പെൺകൊച്ചുങ്ങളുണ്ടായാൽ അവരെയും മരയ്ക്കാന്മാർ ഇങ്ങനെയൊക്കെ പറയില്ലേ, ഇതിനവർ പകരം ചോദിക്കില്ലേ എന്ന് ചോദിച്ചു. അതിനും പളനിക്ക് മറുപടി ഉണ്ടായിരുന്നു. അതപ്പോൾ അനുഭവിക്കാം എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ അവൾക്കൊന്നും തന്നെ അയാളോട് പറയാനുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു അവസരം വന്നപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അക്കാര്യത്തിന് അയാൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് അയാൾ പറയുണ്ടായി. അപ്പോൾ കറുത്തമ്മയുടെ മനസ്സിലും ചെറുതായിട്ടൊരു ദേഷ്യം വന്നു. പക്ഷേ അവൾ ഇങ്ങനെയാണത് പറഞ്ഞത്, ഈ ആണുങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് വല്ലാത്തൊരു മനസ്സാണ് എന്ന് പറഞ്ഞിട്ട് അവളൊന്ന് ചിരിക്കുന്ന പോലെ കാണിച്ചു. അപ്പോൾ നീർക്കുന്നത്തെ വീട്ടിലും ചക്കിയുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അപ്പോൾ നീർക്കുന്നത്തെ വീട്ടിൽ ചക്കിയും തൃക്കുന്നപ്പുഴയിൽ കറുത്തമ്മയും ഒരേപോലത്തെ വികാരങ്ങൾക്ക് അടിപ്പെട്ട് ഇരിക്കുകയായിരുന്നു. രണ്ടാൾക്കും വളരെയധികം സങ്കടമുണ്ട്. കറുത്തമ്മ ഏകാന്തതയിലിരുന്ന് കരയും, ചക്കിയും മകളെ ആലോചിച്ച് കരൾ നേറി അങ്ങനെ ഇരിക്കും. അങ്ങനെ ചക്കിയുടെ രോഗം വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പരീക്കുട്ടി ചക്കിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെമ്പൻ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ കടവിൽ പോവാറില്ലെങ്കിലും പുറത്തെവിടെയോ പോയൊരു സമയമായിരുന്നു. ഏതായാലും പരീക്കുട്ടിയെ കണ്ടതോടുകൂടി ചക്കി കരയാൻ തുടങ്ങി. പരീക്കുട്ടിക്കും ചക്കിയുടെ കരച്ചിൽ കണ്ടപ്പോൾ വല്ലാതെയായി. അങ്ങനെ കരഞ്ഞുകൊണ്ട് ചക്കി ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോവുക മുതലാളി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പരീക്കുട്ടി ഒന്നും കൂടി അവശനായി. എന്നിട്ട് പരീക്കുട്ടി പറഞ്ഞു, ചക്കി മരയ്ക്കകത്ത് അങ്ങനെയൊന്നും പറയണ്ട, അത്രയ്ക്കൊന്നും അസുഖമൊന്നും ഇപ്പോൾ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. പരീക്കുട്ടി പണ്ടത്തെ പോലുള്ള ഒരാളായിരുന്നില്ല. അയാളുടെ ഉത്സാഹമൊക്കെ പോയി ഒട്ടും തന്നെ ഉത്സാഹമില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ട് അയാൾ മാറിയിട്ടുണ്ടായിരുന്നു. ചക്കി അയാളുടെ കട്ടിലിൻ്റെ അരികിൽ ഇരിക്കാനായിട്ട് പറഞ്ഞു. പരീക്കുട്ടി അങ്ങനെ ഇരിക്കുകയും ചെയ്തു. ആ സമയത്ത് ചക്കി പറഞ്ഞു, എനിക്ക് കൊച്ചു മുതലാളിയോട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ട, അങ്ങനെ ആദ്യം പണത്തിൻ്റെ കാര്യം പറയണം, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ടെന്ന് പരീക്കുട്ടി ഇങ്ങനെ പറഞ്ഞു. ആ സമയം കറുത്തമ്മയെക്കുറിച്ചും പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെയും നല്ല വഴിക്കല്ല അയാൾ പറഞ്ഞയച്ചത്, അയാൾ ദുഷ്ടനാണ് എന്നൊക്കെ ചെമ്പൻ കുഞ്ഞിനെക്കുറിച്ച് ചക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് പരീക്കുട്ടിക്കും തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ചക്കി ഇങ്ങനെ വിചാരിച്ചു, അവരുടെ മകൾക്കൊരു പ്രേമകഥ ഉണ്ട്, അത് അങ്ങനെയുള്ള അവളെയാണ് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്, അയാൾ അവളെ നോക്കുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല എന്നൊക്കെ ചക്കി ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ചക്കി പരീക്കുട്ടിയോട് പറയുകയും ചെയ്തു, കടലിലേക്ക് ഒരു കൊതുമ്പിലേറ്റിയിട്ട്
കളയുന്നത് പോലെയാണ് എൻ്റെ കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് ചക്കി വളരെ സങ്കടത്തോടു കൂടി പരീക്കുട്ടിയോട് അങ്ങനെ പറയുകയാണ്. പരീക്കുട്ടി ചക്കിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ, അവൾക്ക് നല്ല ജീവിതം ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും ചക്കി ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ പരീക്കുട്ടിയുടെ മനസ്സിൽ വല്ലാത്തൊരു മൃദുലത തോന്നി. ഏതായാലും എൻ്റെ വയറ്റിൽ ആൺകൊച്ചുങ്ങൾ ജനിച്ചിട്ടില്ല, എനിക്കൊരു മോനുണ്ട് എന്ന് ചക്കി പറയുന്നുണ്ട്. അപ്പോൾ അതാരാണെന്നുള്ള രീതിയിൽ പരീക്കുട്ടികൾ നോക്കുമ്പോൾ പരീക്കുട്ടി തന്നെയാണെന്ന് ചക്കി പറയുന്നു. ഏതായാലും നിങ്ങൾ ഈ കടപ്പുറത്ത് കളിച്ച് വളർന്നവരാണ്. കറുത്തമ്മയുടെ വിവാഹ ബന്ധത്തെക്കുറിച്ച് ചക്കിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പരീക്കുട്ടിയും കറുത്തമ്മയും ഈ കടപ്പുറത്ത് കളിച്ച് നടന്ന് ചക്കി അങ്ങനെ അനുസ്മരിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ പരീക്കുട്ടിയുടെ മനസ്സിലും ഏതാണ്ടൊരു പ്രതീക്ഷ ഉണ്ടായി, ഇനിയും തനിക്ക് കറുത്തമ്മയെ കിട്ടുമോ എന്നാണ് അയാളിങ്ങനെ വിചാരിച്ചത്. ആ സമയത്ത് കറുത്തമ്മ പരീക്കുട്ടിയോട് പറഞ്ഞു, എൻ്റെ മോനൊരു പെണ്ണും കെട്ടി കച്ചവടമൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാചകം അയാളുടെ മനസ്സിൽ ഇതിൻ്റെ മുമ്പ് അങ്ങനെ മായാതെ കിടക്കുന്നതാണ്. മുമ്പ് കറുത്തമ്മ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് കറുത്തമ്മയോട് പറഞ്ഞ മറുപടി പക്ഷേ അയാളൊന്ന് ചക്കിയോട് പറഞ്ഞില്ല. വീണ്ടും ചക്കി പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ മകൻ ഇനിയും കറുത്തമ്മയെ വിഷമിപ്പിക്കല്ലേ, അപ്പം അത് അവൾക്ക് ഒരു മരയ്ക്കാനായി, ഇനി അവളെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോൾ പരീക്കുട്ടി നടുങ്ങിപ്പോയി. അപ്പോൾ പരീക്കുട്ടിയോട് വീണ്ടും പറഞ്ഞു, പരീക്കുട്ടി കറുത്തമ്മയുടെ ആങ്ങള മാത്രമാവണം. ആ വാക്ക് അവൾക്ക് ഈ ഒരു കൂടപ്പിറപ്പ് ആങ്ങള ഇല്ല, അതുകൊണ്ട് മോനാവണം അവളുടെ ആങ്ങള എന്ന് വീണ്ടും ചക്കി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സഹോദര ബന്ധമാണ് ചക്കി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറുത്തമ്മയുടെ ആങ്ങളെയായിരിക്കുമോ ആങ്ങള മാത്രം എന്ന് വീണ്ടും ചക്കി പരീക്കുട്ടിയോട് ചോദിക്കണം. പരീക്കുട്ടിയുടെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകാനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രേമകഥയുടെ പൊരുൾ ചക്കി ഇങ്ങനെ വിശദമാക്കി, എൻ്റെ മകനെ കറുത്തമ്മയോട് ഇഷ്ടമായിരുന്നു, ഇനി ആങ്ങളെയായി വിചാരിച്ചാൽ മതി, അതാ ഇഷ്ടത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു. പരീക്കുട്ടിക്ക് ആ സമയത്ത് ഉത്തരമൊന്നും പറയാൻ കഴിഞ്ഞില്ല. അയാളുടെ കണ്ണുനീര് കൊണ്ട് അങ്ങനെ അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ആങ്ങളെയായിരിക്കണം എന്നാണല്ലോ ചക്കി പറഞ്ഞത് എന്ന് അയാളിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. വീണ്ടും വീണ്ടും എൻ്റെ കുഞ്ഞ് അവൾക്ക് ആങ്ങളെയായിരിക്കണം എന്ന് ചക്കി അങ്ങനെ പരീക്കുട്ടിയോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ഏതായാലും പരീക്കുട്ടി അങ്ങനെ സമ്മതിച്ചു, ഒരാങ്ങളയുണ്ടെന്ന് അവളെ അറിയിക്കണമെന്ന്. പിന്നെ ചക്കി മരിക്കും മുമ്പ് വന്നില്ലെങ്കിൽ, മരിച്ചു കഴിഞ്ഞിട്ടാണ് അവൾ വന്നതെങ്കിൽ ആങ്ങളെയാണ് എന്ന് അവളെ അറിയിക്കണമെന്ന് ചക്കി പരീക്കുട്ടിയോട് പറഞ്ഞു. പരീക്കുട്ടി ഏതായാലും അത് സമ്മതിക്കുകയും ചെയ്തു. വീണ്ടും അവൾ അപേക്ഷിച്ചു. അങ്ങനെ അന്ന് രാത്രി കടപ്പുറത്ത് നിന്നിട്ട് പരീക്കുട്ടി അങ്ങനെ പാടുന്നത് ചക്കി കേട്ടു. ആ ഇടയ്ക്ക് ചെമ്പൻ കുഞ്ഞിനാണെങ്കിൽ വലിയ കഷ്ടകാലമായിരുന്നു. ചെമ്പൻ കുഞ്ഞിന് എന്നും നഷ്ടം മാത്രമായി. ഖാദർ മുതലാളിക്ക് ചരക്ക് കൊടുത്ത വകയിൽ കുറേ പണം കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രി അയാളുടെ സാധനങ്ങളൊക്കെ പെറുക്കിപ്പോയി. കടലിൽ നിന്നാണെങ്കിൽ കോര് കുറവായിരുന്നു. പിന്നെ അയാൾക്ക് പഴയ പോലെ ഒന്ന് കടലിൽ പോകണമെന്ന് വിചാരിച്ചാൽ അതിന് പറ്റുന്നില്ല. ഏതായാലും ഒന്ന് പോകാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അയാൾക്ക് പണ്ടത്തെ പോലെ അങ്ങനെ തണ്ട് വലിക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. മുന്നോട്ടുള്ള പ്രയാണം തന്നെ നിലച്ച പോലെയായി അയാളുടെ അവസ്ഥ. മറ്റെല്ലാ വള്ളങ്ങളെയും പിന്നിലാക്കി പക്ഷി വേഗത്തിൽ പായാനൊന്നും ചെമ്മൻ കുഞ്ഞിൻ്റെ വള്ളത്തിന് കഴിയാതെയായി. അപ്പോൾ സമയത്തിന് മുമ്പ് തന്നെ കരയിലേക്ക് വള്ളം തിരിച്ചു വിട്ടു. തണ്ടുകാർ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പോകാൻ വിടാൻ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്പൻ കുഞ്ഞിനെ മതിയെന്ന് തോന്നിയിട്ടല്ല, അയാൾക്ക് എന്തോ വയ്യ എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ കരയിലേക്ക് വള്ളം വരുന്ന വഴി പങ്കായം പാടി ചെമ്പൻ കുഞ്ഞ് അങ്ങനെ കടലിലേക്ക് വീഴണം. അപ്പോൾ തണ്ടുകാരൊക്കെ കൂടെ അയാളെ പിടിച്ച് കയറ്റി. പിന്നീട് അയാൾ അമരത്തിരുന്നില്ല. അപ്പോൾ അന്ന് ചെമ്പൻ കുഞ്ഞ് വിലപേശൊന്നും ചെയ്തില്ല. പെട്ടി വിലയ്ക്ക് തന്നെ ചരക്ക് കൊടുത്തു. അങ്ങനെ ചെമ്പൻ കുഞ്ഞിൻ്റെ പരിപാടികളൊക്കെ തകർന്ന പോലെയായി. പഞ്ചമി അച്ഛനെയും കാത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, അച്ഛന് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ അയാൾ വീട്ടിൽ ചെന്നു. മകളെ ചോറ് വിളമ്പ്, അച്ഛൻ വരണു എന്ന് ചക്കി പറയുന്നുണ്ട്. അങ്ങനെ ചോറും കറിയൊക്കെ വിളമ്പി കൊടുത്തു. അയാൾ സ്വാദോടും തൃപ്തിയോടും കൂടിയൊന്നുമല്ല ഉണ്ടത്. അയാൾ എങ്ങനെയൊക്കെയോ കുറച്ച് ചോറ് കൊണ്ട് എണീറ്റ് പോവുകയാണ് ചെയ്തത്. പാമാഞ്ചി അച്ഛൻ ചോറ് തിന്നില്ല എന്ന് പഞ്ചമി പറയുന്നുണ്ട്. കൈ കഴുകിയിട്ട് ചെമ്പൻ കുഞ്ഞ് ചക്കിയുടെ അടുത്തേക്കാണ് ചെന്നത്. ചക്കി ചെമ്പൻ കുഞ്ഞിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുകൾ ആദ്യമായിട്ട് നിറയുന്നത് ചക്കി കണ്ടു. അപ്പോൾ എന്നാ ചെയ്യുകയൊക്കെ വിധിയാണ് എന്ന് ചക്കി പറഞ്ഞു. അപ്പോൾ ചെമ്പൻ കുഞ്ഞ് ആ കണ്ണുനീര് താഴെ വിടാതെ അതിനെ മുഴുവനും വിഴുങ്ങി. നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ എന്ന് അയാൾ ആ സമയത്ത് ചക്കിയോട് ചോദിച്ചു. ഞാനെന്താ ചെയ്യാന്ന്
അയാളും അവളും ഒരേപോലെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചക്കിക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ അന്നുണ്ടായ അപകടത്തെക്കുറിച്ച് അയാൾ ചക്കിയോട് പറഞ്ഞു. ചക്കി ഒരിക്കലും അയാൾക്ക് അങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഏതായാലും അയാൾ വേറെ ആരോടാണ് പറയുക, എന്താണ് അതിന് മറുപടിയായിട്ട് പറയേണ്ടതെന്നൊക്കെ അവളും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ചക്കി ചെമ്പൻ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് തൻ്റെ മാറിൽ ചേർത്ത് അമർത്തിക്കൊണ്ട് ചോദിച്ചു, ഞാനങ്ങ് പോയാൽ എന്നാ ചെയ്യും ചോദിച്ചു. അപ്പോൾ ചെമ്പൻ കുഞ്ഞ് കരഞ്ഞു പോയി. നീ അങ്ങനെ പറയാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുകയെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ കയ്യിൽ അങ്ങനെ പിടി മുറുകി അവളുടെ മാറോട് ചേർന്നങ്ങനെ അമർന്നപ്പോൾ അതിവേഗവും ശക്തവുമായിട്ടുള്ള തുടിപ്പ് കൊണ്ട് കൈ അങ്ങനെ തെറിക്കുന്നുണ്ട്. അയാളുടെ മുഖത്ത് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുക, ഒരു അശരീരി പോലെ ഒരു ശബ്ദം ഉണ്ടായി, വേറൊരുത്തിയെ കെട്ടെന്ന് ചക്കി പറഞ്ഞു. അത് അവൾ പറഞ്ഞതാണ്. പിന്നെ അതിനുശേഷം ഒരു കോച്ചലും അതിനുശേഷമുള്ളൊരു വിറയലും ചക്കിയുടെ ശരീരം ആകെ അങ്ങനെ ചലിച്ചു. നെഞ്ചിലെ തുടിപ്പ് മന്ദഗതിയിലാകുന്നത് പോലെ അങ്ങനെ തോന്നി. ചക്കി അയാളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി അങ്ങനെ കിടന്നു. ചെമ്പൻ ചോദിച്ചു, എന്നാ നീ പറയുന്ന വേറൊരുത്തിയെ കെട്ടാനോ എന്ന് ചോദിച്ചു. അപ്പം അതിന് ഒരു ഉത്തരവും പറഞ്ഞില്ല. ജീവിതത്തിലെ ഒരു പങ്കാളി അത്യാവശ്യമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അപ്പം അതിനൊരു മാർഗം നിർദ്ദേശിക്കുകയാണ് ചക്കി ചെയ്തത്. പക്ഷെ അതൊരിക്കലും ചെമ്പൻ കുഞ്ഞ് വിചാരിച്ചതെന്നില്ല. നീ എന്താ ഉണ്ടാത്തതെന്ന് വീണ്ടും അയാൾ ചക്കിയോട് ചോദിച്ചു. ചക്കിയുടെ കണ്ണിലെ ഒരു പാട വന്ന് മൂടി. ചെമ്പൻ കുഞ്ഞിന് പേടിയായി. അയാൾ അവളെങ്ങനെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതോടുകൂടി എല്ലാം നിശ്ചലമായി. അപ്പം നീ പോയോടീന്ന് ചെമ്പൻ കുഞ്ഞ് ചക്കിയോട് ചോദിക്കുകയും ചക്കിയുടെ മാറത്തേക്ക് വീഴുകയും ചെയ്തു. അപ്പോഴും കയ്യിലെ പിടി ചക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ചക്കിയുടെ മരണമാണ് 13-ാം അധ്യായത്തിൻ്റെ അവസാനം കാണിക്കുന്നത്.